Hello guys, welcome back to the channel Civil Engineering Updated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് ലെക്ചറാണ്. ഫസ്റ്റ് ലെക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നോക്കിയിരുന്നു. ഇത് SSC JE അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഓവർസിയർ എക്സാം എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ആണ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അതിൻ്റെ മുന്നേ നമുക്ക് റിവൈസ് ചെയ്യാം എന്തൊക്കെയായിരുന്നു നമ്മൾ ഓൾറെഡി നോക്കിയതെന്ന്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പെഡോജെനിസിസ് ആയിരുന്നു നോക്കിയത്. സോ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സോയിലാണ് പെഡോജെനിസിസ്. അതിൻ്റെ ഫോംഡ് ബൈ വെതറിംഗ് ആണ്. വെതറിംഗ് എന്ന് പറഞ്ഞാൽ ഡിസിൻറ്റിഗ്രേഷൻ ആണ്. അതിൻ്റെ 2 ടൈപ്സ് ഉണ്ട്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ വെതറിംഗ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ മിനറൽ കൺസ്റ്റിറ്റ്യൂവൻറ്റിൽ ചേഞ്ച് ആകത്തില്ല. കെമിക്കൽ എന്ന് പറഞ്ഞാൽ മിനറൽ കൺസ്റ്റിറ്റ്യൂവൻറ്റിൽ ചേഞ്ച് ആകും. ഓക്കെ, പിന്നെ പെഡോജെനിസിസ് സൈക്കിളായിരുന്നു. വെതറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, അപ്ഹീവൽ, പിന്നും വെതറിംഗ്, ഇങ്ങനെ സൈക്കിൾ കണ്ടിന്യൂ ആയിട്ടായിരിക്കും. അങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്. അതിനെയാണ് പറയുന്നത് പെഡോജെനിസിസ് സൈക്കിൾ എന്ന്. ഓക്കെ, പിന്നെ വെതറിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സോയിലാണ്. സോ ടൈപ്സ് ഓഫ് സോയിൽ എല്ലാം ഡീറ്റെയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആദ്യം ആ വീഡിയോ കാണുക, എന്നിട്ട് ഈ വീഡിയോയിൽ വരിക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ്. പിന്നെ മാപ്പിൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് സോയിലാണ് ഉള്ളത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിലാണ്. പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ പഠിക്കേണ്ട ആവശ്യം? അത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സോയിലിൻ്റെ മേളിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്താലും ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്താലും എല്ലാം സോയിലിൻ്റെ മേളിലാണ്. സോ അപ്പോൾ നമുക്ക് സോയിലിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണെന്ന് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റൂ. സോ അത് കാരണം പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോയിൽ ഈസ് എ 3-phase സിസ്റ്റം വിച്ച് ഇൻവോൾവ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് വിച്ച് വിൽ ബി ഇൻ്റർമിക്സ് വിത്ത് ഈച്ച് അതർ. സോ സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു 3-phase സിസ്റ്റമാണ്. അതിൽ സോളിഡും ഉണ്ട്, ലിക്വിഡും ഉണ്ട്, ഗ്യാസും ഉണ്ട്. ഇന്ന് കാണാൻ പറ്റുന്ന പോലെ എയർ, വാട്ടർ, സോളിഡ്, ഇങ്ങനെയാണ് ഇതിൻ്റെ 3-phase സിസ്റ്റം. ഒരിക്കലും നമുക്ക് ഇങ്ങനെ 3-phase സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇത് പഠിക്കുന്ന സിഗ്നിഫിക്കൻസ് മാത്രമാണ് ഇതിനുള്ളത്. നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വാട്ടറിനെയും എയറിനെയും സോളിഡിനെയും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ബട്ട് ആക്ച്വൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സോയിലിനെ ഇങ്ങനത്തെ ഫേസിൽ കാണാൻ പറ്റത്തില്ല. അതൊരു ഹോമോജീനിയസ് ആയിട്ട് മിക്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ സോയിൽ ഇറ്റ് ക്യാൻ ബി ഓർഗാനിക് ഓർ ഇൻഓർഗാനിക്. സോയിൽ ഓർഗാനിക്കും ആവാം, ഇൻഓർഗാനിക്കും ആവാം. ഓക്കെ, വെയ്റ്റ് ഓഫ് വാട്ടർ ഈസ് ലെസ് ദാൻ ദ വെയ്റ്റ് ഓഫ് എയർ ഈസ് ലെസ് ദാൻ ദ വെയ്റ്റ് ഓഫ് വാട്ടർ ആൻഡ് സോളിഡ്, ഹെൻസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് ബട്ട് വോള്യൂം കനോട്ട് ബി നെഗ്ലക്റ്റഡ്. നമുക്ക് വെയ്റ്റ് ഓഫ് ദ എയർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് അത് നെഗ്ലിജിബിൾ ആണ്. ബട്ട് വോള്യൂം ഓഫ് എയർ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അതൊരു സ്പേസ് ഓക്കുപ്പൈ ചെയ്യും. ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി 2-phase ഓൾസോ, വെയർ ഇറ്റ് ക്യാൻ ബി ഫുള്ളി സാച്ചുറേറ്റഡ് ആൻഡ് ഫുള്ളി ഡ്രൈ സോയിൽ. സോ ഇതിൽ 2-phaseൽ റിപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതർ അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫുള്ളി ഡ്രൈ ആയിരിക്കും. ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്ങിൽ ഫുൾ വാട്ടർ ആണെങ്കിൽ നമ്മളതിനെ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയും. അതേപോലെ ഒരു സോയിൽ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്ങിൽ ഫുൾ എയർ ആണെങ്കിൽ നമ്മളതിനെ ഫുള്ളി ഡ്രൈ സോയിൽ എന്ന് പറയും. അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. സോ ഇതിൽ നമ്മൾ എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് എയറിൻ്റെ ഈ ഒരു കാണുന്ന ഒരു പോർഷൻ എയർ ഫുള്ളി ഓക്കുപ്പൈ ചെയ്താൽ ഈ വാട്ടറിനെ റിപ്ലേസ് ചെയ്ത് ഈ ഒരു വോള്യൂം എയർ ഓക്കുപ്പൈ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പറയും, ഈ ഒരു സാമ്പിളിനെ നമ്മൾ പറയും ഡ്രൈ സോയിൽ എന്ന്. അതേപോലെ ഈ വാട്ടർ ഇങ്ങനത്തെ ഒരു സ്പേസ് അല്ലെങ്കിൽ എയറിനെ റിപ്ലേസ് ചെയ്ത് ഫുൾ എയർ വാട്ടർ ആയി ഓക്കുപ്പൈ ആകുവാണെങ്കിൽ നമ്മളതിനെ പറയും ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. സോ ഇതായിരുന്നു ഡിഫറെൻറ്റ് ഫേസ്. അപ്പോൾ ഇതിനെ നമ്മൾ 2-phase എന്ന് പറയും. അപ്പോൾ 2-phase എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിൽ വാട്ടർ ആൻഡ് സോളിഡ് കാണും, അല്ലെങ്കിൽ എയർ ആൻഡ് സോളിഡ് കാണും. വാട്ടർ ആൻഡ് സോളിഡ് ആണെങ്കിൽ നമ്മളതിനെ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയും. എയർ ആൻഡ് സോളിഡ് ആണെങ്കിൽ നമ്മളതിനെ ഡ്രൈ സോയിൽ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ആണ് വാട്ടർ കണ്ടൻറ്റിൻ്റെ. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെയ്റ്റ് ഓഫ് വാട്ടർ ടു വെയ്റ്റ് ഓഫ് സോളിഡ്. സോ ഇതിൻ്റെ 2 ഡെഫിനിഷൻ ഉണ്ട്. അതാണ് നമുക്ക് മെയിൻലി അറിയാൻ പറ്റുന്നത്. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. എയ്തർ ഇറ്റ് ഈസ് ദ വെയ്റ്റ് ഓഫ് വാട്ടർ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്, അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് ഓഫ് സോയിൽ മാസ്. അപ്പോൾ സോയിൽ മാസിലും സോയിലിലും എന്താണ് ഡിഫറൻസ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. വെയ്റ്റ് ഓഫ് സോയിൽ മാസ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് സോളിഡ് പ്ലസ്
വെയ്റ്റ് ഓഫ് വാട്ടർ കണ്ടൻറ്റ് ഓർ എയർ കണ്ടൻറ്റ്. ഇതിനെയാണ് വെയ്റ്റ് ഓഫ് സോയിൽ മാസ് എന്ന് പറയുന്നത്. സോ വെയ്റ്റ് ഓഫ് സോയിൽ മാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സോയിൽ സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നേക്കാണ്, നമുക്ക് ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് ലാബിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അത് വെയ്റ്റ് ഓഫ് സോയിൽ മാസ് ആണ്. ഓക്കെ, നമുക്കൊരു സാമ്പിൾ നമ്മൾ എടുക്കുമ്പോൾ അത് വെയ്റ്റ് ഓഫ് സോയിൽ മാസ് ആണ്. ബിക്കോസ് അതിൽ വെയ്റ്റ് ഓഫ് സോളിഡ് ഉണ്ട്. സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ പാർട്ടിക്കൽ, സോളിഡ് പാർട്ടിക്കൽ ഉണ്ട്, പ്ലസ് വെയ്റ്റ് ഓഫ് വാട്ടർ ഉണ്ട്. മോയിസ്റ്റ് കേസിലാണെങ്കിൽ വെയ്റ്റ് ഓഫ് വാട്ടർ ഉണ്ടായിരിക്കും, പ്ലസ് എയർ കണ്ടൻറ്റും ഉണ്ടായിരിക്കും. സോ വോയിഡും ഉണ്ടായിരിക്കും, വാട്ടർ കണ്ടൻറ്റും ഉണ്ടായിരിക്കും, സോളിഡും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ സോയിൽ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ടർ കണ്ടൻറ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെയ്റ്റ് ഓഫ് വാട്ടർ ടു വെയ്റ്റ് ഓഫ് സോളിഡ്. അത് റിപ്രസെൻറ്റ് ചെയ്യുന്നത്, റിഫറൻസ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് സോളിഡ് ആണെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷൻ വെയ്റ്റ് ഓഫ് വാട്ടർ ടു വെയ്റ്റ് ഓഫ് സോളിഡ് ആയിരിക്കും. അതേപോലെ റിഫറൻസ് നമ്മുടെ സോയിൽ മാസ് ആണെങ്കിൽ അതിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് വെയ്റ്റ് ഓഫ് വാട്ടർ ടു വെയ്റ്റ് ഓഫ് സോയിൽ മാസ് എന്നായിരിക്കും. സോ നമുക്ക് കാണാൻ പറ്റും വെയ്റ്റ് ഓഫ് സോയിൽ മാസ്, ഈ വെയ്റ്റ് ഓഫ് സോയിൽ മാസ് നമുക്ക് ഈസിലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഈസിലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ബട്ട് സോളിഡിൻ്റെ മാത്രം വെയ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അത് ടഫാണ്. ബിക്കോസ് സോളിഡിന് എന്ന് പറഞ്ഞാൽ സോളിഡിൻ്റെ പാർട്ടിക്കലിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. ഓക്കെ, അതിൽ നമുക്ക് സോയിൽ സാമ്പിളിൽ നമുക്ക് വോയിഡ്സിനെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് സോളിഡിൻ്റെ വെയ്റ്റ് കാണാൻ പറ്റൂ. സോ അതൊരു ടഫ് ടാസ്ക്കാണ്. ബട്ട് എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ് വെയ്റ്റ് ഓഫ് സോളിഡിനാണ് കൂടുതൽ. ബിക്കോസ് ടഫ് ടാസ്ക് ആണെങ്കിലും നമുക്കൊരു പാരാമീറ്റർ ഈസിലി റിപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വെയ്റ്റ് ഓഫ് സോളിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ വെയ്റ്റ് ഓഫ് സോയിൽ മാസിനേക്കാളും ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് സോളിഡ് ആണ്. ബട്ട് വെയ്റ്റ് ഓഫ് സോളിഡ് കണ്ടുപിടിക്കാൻ പാടാണ് ആസ് കമ്പയർഡ് ടു വെയ്റ്റ് ഓഫ് സോയിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇഫ് വാട്ടർ കണ്ടൻറ്റ് ഈസ് 0 ദെൻ ഇറ്റ് ഈസ് ഡ്രൈ സോയിൽ. നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ പറ്റും. വാട്ടർ കണ്ടൻറ്റ് 0 ആണെങ്കിൽ അതിനെ നമ്മൾ ഡ്രൈ സോയിൽ എന്ന് പറയും. ഓക്കെ, സോ നമ്മുടെ വാട്ടറിൻ്റെ റേഞ്ച് മനസ്സിലായി, അത് ഇറ്റ് ക്യാൻ ബി 0 എന്ന് മനസ്സിലായി. ഓക്കെ, അതേപോലെ റേഞ്ച് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ 100. അപ്പോൾ ലെസ് ദാൻ 100 എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരുന്നു വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് ഓഫ് സോളിഡ് ആണ് വാട്ടർ കണ്ടൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ വെയ്റ്റ് ഓഫ് സോയിൽ മാസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ പ്ലസ് വെയ്റ്റ് ഓഫ് സോളിഡ് ആണ് അല്ലേ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ പ്ലസ് വെയ്റ്റ് ഓഫ് സോളിഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വാട്ടർ കണ്ടൻറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഡയറക്റ്റ് റിപ്രസെൻ്റ് ആകും ഈ ഡിനോമിനേറ്ററിൽ. സോ നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും വെയ്റ്റ് ഓഫ് വാട്ടർ ഇക്വലൻ്റ് ആവത്തില്ല വെയ്റ്റ് ഓഫ് സോയിൽ മാസിൻ്റെ. ഓക്കെ, ബിക്കോസ് ഇതൊരു സബ്സെറ്റ് പോലെയാണ്. ഇത് വെയ്റ്റ് ഓഫ് സോയിൽ മാസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയ്റ്റ് ഓഫ് സോളിഡ്, അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നത്. സോ അത് കാരണം ഈ സാമ്പിളിൻ്റെ ഇറ്റ് കനോട്ട് ബി മോർ ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 100 ആകത്തില്ല എന്നാണ് പറയുന്നത്. സോ അത് മോർ ദാൻ ഈക്വൽ ടു 100 ആകത്തില്ല, അതായത് 100-നേക്കാളും ചെറുതായിരിക്കും ഇതിൻ്റെ വാല്യൂ. അതേപോലെ നമ്മുടെ കാണാൻ പറ്റും ഡ്രൈ സോയിൽ ആണെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ നമ്മുടെ വാട്ടർ സാമ്പിളിൻ്റെ റേഷ്യോ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. 0 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ ലെസ് ദാൻ 100 ആയിരിക്കും. ലെസ് ദാൻ 100 എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ വെയ്റ്റ് ഓഫ് സോളിഡ് ഒരിക്കലും വെയ്റ്റ് ഓഫ് വാട്ടറിൻ്റെ ഈക്വലൻ്റ് ആകത്തില്ല. ബിക്കോസ് വെയ്റ്റ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയ്റ്റ് ഓഫ് സോളിഡ് ആണ്. സോ എപ്പോഴും അത് 100-നേക്കാളും ചെറുതായിരിക്കും. സോ റേഞ്ചിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെസ് ദാൻ 100 ആയിരിക്കും, പിന്നെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് വാട്ടർ കണ്ടൻറ്റിൻ്റെ റേഞ്ച്. ഓക്കെ, വെയ്റ്റ് ഓഫ് സോളിഡ് മോർ stable parameter than the weight of soil as it deviates with changes in water content. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ടോപ്പിക്കാണ്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വോള്യൂം ഓഫ് വോയിഡ് ടു വോള്യൂം ഓഫ് സോളിഡ്. വോള്യൂം ഓഫ് വോയിഡ് ടു വോള്യൂം ഓഫ് സോളിഡ്, ഇതിനെയാണ് നമ്മൾ പറയുന്നത് വോയിഡ് റേഷ്യോ എന്ന്. ഓക്കെ, സോ വോള്യൂം ഓഫ് വോയിഡ് കനോട്ട് ബി 0. വോള്യൂം ഓഫ് വോയിഡ് ഒരിക്കലും 0 ആകത്തില്ല. ഈ ഒരു ന്യൂമറേറ്ററിൻ്റെ പോർഷൻ ഒരിക്കലും 0 ആകത്തില്ല. ഓക്കെ, അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ
ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ, ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. ഓക്കെ, അതൊരിക്കലും സീറോ ആകത്തില്ല, അത് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. അപ്പോൾ സീറോ ആയാൽ എന്താണ് ആവുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ റോക്ക് ആയിട്ട് പറയും. അത് ഒരു സിംഗിൾ ഫേസ് ആയിട്ട് നമുക്കതിന് കാണാൻ പറ്റും. വോയിഡ്സ് സീറോ ആയാൽ അത് റോക്ക് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ വോയിഡിൻ്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ഇതിൻ്റെ ഒരു അപ്പർ ലിമിറ്റും ഇല്ല. ഓക്കെ, ഇത് 100-നേക്കാളും മുകളിൽ വരാൻ ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സീറോ, ഇതാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോയിഡ് റേഷ്യോൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ഓക്കെ, വോള്യൂം ഓഫ് വോയിഡ് ക്യാൻ ബി മോർ ദാൻ സോളിഡ്. വോള്യൂം ഓഫ് വോയിഡ്സ് ഇത് ഈ ഒരു രണ്ട് പാരാമീറ്ററും ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ അല്ല. കഴിഞ്ഞ കേസിൽ നമ്മൾ നോക്കിയിരുന്നത് ഇത് രണ്ടും ഒരു ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്ററാണ്. ഓക്കെ, ഇത് വാട്ടറിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അത് സോയിലിൽ റിപ്രസെൻ്റ് ആവും. ബട്ട് ഇതിൽ കാണാൻ പറ്റുന്നത് വോള്യൂം ഓഫ് വോയിഡ്സും വോള്യൂം ഓഫ് സോളിഡ്സും രണ്ടും വേറെ വേറെ പാരാമീറ്ററാണ്. സോ ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ഇതിൻ്റെ ഒരു അപ്പർ ലിമിറ്റും ഇല്ല. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് ദ ഇൻഡിക്കേറ്റർ ഓഫ് ഡെൻസ്നെസ്. ഇത് ഡെൻസ്നെസ്സിനെയും ഇൻഡിക്കേറ്റ് ചെയ്യും. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വോയിഡ് റേഷ്യോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി. ഇപ്പോൾ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ വോയിഡ് റേഷ്യോ കുറയും. അതേപോലെ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ വോയിഡ് റേഷ്യോ കുറയും, ഡെൻസിറ്റി കുറയുകയാണെങ്കിൽ വോയിഡ് റേഷ്യോ കൂടും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ് ഡെൻസ്നെസ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് വോയിഡ് ഈസ് മോർ ഇൻ ഫൈൻ ഗ്രെയിൻ സോയിൽ ദാൻ കോഴ്സ് ഗ്രെയിൻ സോയിൽ. വോള്യൂം ഓഫ് വോയിഡ് എന്ന് പറഞ്ഞാൽ മോർ ആണ് ഇൻ ഫൈൻ ഗ്രെയിൻ സോയിൽ ദാൻ കോഴ്സ് ഗ്രെയിൻ സോയിൽ. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് നമുക്ക് ഈ ഫോർമുലയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വോള്യൂം ഓഫ് വോയിഡ് ടു വോള്യൂം ഓഫ് സോളിഡ്. അതേപോലെ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് E=n/1 - അത് പൊറോസിറ്റിയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് പൊറോസിറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ആ ഫോർമുല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് വോയിഡ് ഈസ് മോർ ഇൻ ഫൈൻ ഗ്രെയിൻ ദാൻ കോഴ്സ് ഗ്രെയിൻ. വോള്യൂം ഓഫ് വോയിഡ് എന്തുകൊണ്ടാണ് ഫൈൻ ഗ്രെയിനിൽ കൂടുതൽ ദാൻ കമ്പയർ ചെയ്യുമ്പോൾ കോഴ്സ് ഗ്രെയിൻ. ഓക്കെ, കോഴ്സ് ഗ്രെയിനേക്കാളും കമ്പാരിറ്റീവ്ലി വോള്യൂം ഓഫ് വോയിഡ്സ് ഫൈൻ ഗ്രെയിനിലാണ് കൂടുതൽ. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. അപ്പോൾ ഫൈൻ ഗ്രെയിനിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൈസ് ഓഫ് ദ പാർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതേപോലെ കോഴ്സ് ഗ്രെയിനിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൈസ് ഓഫ് ദ പാർട്ടിക്കൽ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതേപോലെ സൈസ് ഓഫ് ദ വോയിഡ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അതേപോലെ വോള്യൂം ഓഫ് വൺ വോയിഡ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ഓക്കെ, ബട്ട് നമ്മൾ കോഴ്സ് ഗ്രെയിനിൽ കൺസിഡർ ചെയ്യുമ്പോൾ സൈസ് ഓഫ് ദ വോയിഡ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. അതേപോലെ വോള്യൂം ഓഫ് വൺ വോയിഡ് എന്ന് പറഞ്ഞാലും കൂടുതലായിരിക്കും. ബട്ട് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വോയിഡ്സ് ഫൈൻ ഗ്രെയിനിൽ വളരെ കൂടുതലായിരിക്കും. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് വോള്യൂം ഓഫ് വോയിഡ്സ് ആർ മോർ. ഇത് കാരണമാണ് വോള്യൂം ഓഫ് വോയിഡ്സ് ഫൈൻ ഗ്രെയിനിൽ കൂടുതൽ. നമ്പർ ഓഫ് വോയിഡ്സ് ഫൈൻ ഗ്രെയിനിൽ കൂടുതലായതുകൊണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് വോള്യൂം ഓഫ് വോയിഡ്സ് ആർ മോർ. ടോട്ടൽ നമ്പർ ഇതിൽ കൂടുതലായിരിക്കും. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് വോള്യൂം ഓഫ് വോയിഡ്സ് ഫൈൻ ഗ്രെയിനിൽ കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു കോഴ്സ് ഗ്രെയിൻ. കോഴ്സ് ഗ്രെയിനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് വോയിഡ്സ് ഈസ് ലെസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ നമ്പർ ഓഫ് വോള്യൂം ഓഫ് വോയിഡ്സ് ആർ ലെസ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫൈൻ ഗ്രെയിനിൽ കോഴ്സ് ഗ്രെയിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് വോയിഡ്സ് ഉണ്ടായിരിക്കും. സോ ഇത് കാരണമാണ് വോയിഡ് ഫൈൻ ഗ്രെയിനിൽ കൂടുതലും കോഴ്സ് ഗ്രെയിനിലും കുറവുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൊറോസിറ്റിയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ വോള്യൂം ഓഫ് വോയിഡ് ടു വോള്യൂം ഓഫ് സോയിൽ മാസ്. ഇത് പൊറോസിറ്റി എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോൻ്റെ ഒരു അഡ്വാൻസ് വെർഷനായിട്ട് നമുക്ക് പറയും. ഇതിൽ വോയിഡ് റേഷ്യോയിൽ ഇങ്ങനെയെന്ന് വെച്ചാൽ വോള്യൂം ഓഫ് വോയിഡ് ബൈ വോള്യൂം ഓഫ് സോളിഡ് ആയിരുന്നു. ഓക്കെ, സോളിഡ് ആയിരുന്നു. ഇതിൽ എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് വോയിഡ് ബൈ സോയിൽ മാസ് ആണ്. സോയിൽ മാസ് എന്ന് പറഞ്ഞാൽ അതിൽ സോയിലും ഇൻവോൾവ് ആണ് പ്ലസ് വോള്യൂം ഓഫ് വോയിഡ്സും ഇൻവോൾവ് ആണ്. ഓക്കെ, സോ അതാണ് പൊറോസിറ്റി. അപ്പോൾ അതിൻ്റെ റേഞ്ച് നമുക്ക് അറിയാൻ പറ്റും. റേഞ്ചസ് ലൈ ബിറ്റ്വീൻ 0 and 100. ഓക്കെ, വോയിഡ് 0 ആയാൽ എന്താണ് വന്നത്? 0 ഒരിക്കലും ആവത്തില്ല. ബിക്കോസ്
void cannot be zero practically. നമുക്കറിയാൻ പറ്റും void റേഷ്യോയിൽ വോള്യൂം ഓഫ് വോയിഡ് ഒരിക്കലും സീറോ ആവത്തില്ല പ്രാക്ടിക്കലി. വോള്യൂം ഓഫ് വോയിഡ് സീറോ ആയാൽ അത് സിംഗിൾ ഫേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ പ്രാക്ടിക്കലി നമ്മളൊരു സാമ്പിൾ എടുക്കുമ്പോൾ ഇമ്പോസിബിൾ ആണ് വോള്യൂം ഓഫ് വോയിഡ് സീറോ ആവുക എന്ന് പറയുന്നത്. അതേപോലെ ഇത് രണ്ട് പാരാമീറ്ററും ഈക്വലും ആകത്തില്ല. ഈക്വൽ ആയാൽ എന്താണാവുന്നത്? വോള്യൂം ഓഫ് വോയിഡ് ഈസ് ഈക്വൽ ടു വോള്യൂം ഓഫ് സോയിൽ എന്നാകും. അപ്പോൾ ഓൺലി വോയിഡ് മാത്രമേ കാണൂ സാമ്പിളിൽ. ആ ഫേസ് അതൊരു സിംഗിൾ ഫേസ് ആയിരിക്കും. അങ്ങനെയും നമ്മുടെ അപ്പോൾ അതിൽ സോയിൽ എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കൽ ഇൻവോൾവേ അല്ല. അപ്പോൾ അത് ഒരു ഇറലവൻറ്റ് പാരാമീറ്ററാണ്. സോ ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വോള്യൂം ഈക്വൽ ടു സീറോ ആകത്തില്ല. അതേപോലെ വോള്യൂം ഓഫ് വോയിഡ് ഈക്വൽ ടു 100 ആകത്തില്ല. അപ്പോൾ നമുക്ക് റേഞ്ച് മനസ്സിലായി. റേഞ്ച് ലൈസ് ബിറ്റ്വീൻ 0 and 100 ആണെന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ ഇത് ഒരു ഫോർമുലയാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്യൂം ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വോള്യൂം ഓഫ് വാട്ടർ ടു വോള്യൂം ഓഫ് വോയിഡ്സ്. ഓക്കെ, വോള്യൂം ഓഫ് വാട്ടർ ടു വോള്യൂം ഓഫ് വോയിഡ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന്. ഇറ്റ് ക്യാൻ ബി സീറോ. ഇത് സീറോ ആകാൻ ചാൻസ് ഉണ്ട്. സീറോ ആകുമ്പോൾ എന്താകുന്നതെന്ന് വെച്ചാൽ ഈ വോള്യൂം ഓഫ് വാട്ടർ സീറോ ആകും. വോള്യൂം ഓഫ് വാട്ടർ സീറോ ആകുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഡ്രൈ സോയിൽ എന്ന്. ഓക്കെ, അതേപോലെ ഇറ്റ് ക്യാൻ ബി 100 ആസ് ഇറ്റ് ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. ഇത് 100 എങ്ങനെയാവുന്നതെന്ന് വെച്ചാൽ വോള്യൂം ഓഫ് വാട്ടർ ഈക്വൽ ടു വോള്യൂം ഓഫ് വോയിഡ്. വോള്യൂം ഓഫ് വോയിഡ് ഫുള്ളി വാട്ടർ കൊണ്ട് ഫില്ലാകുമ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആകും. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 100 ആകും. സോ ഇതാണ് ഇതിൻ്റെ റേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എയർ കണ്ടൻറ്റ് ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വോള്യൂം ഓഫ് എയർ ടു വോള്യൂം ഓഫ് വോയിഡ്. വോള്യൂം ഓഫ് എയറിൻ്റെയും വോള്യൂം ഓഫ് എയറിൻ്റെയും വോള്യൂം ഓഫ് വോയിഡിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എയർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് ലൈസ് ബിറ്റ്വീൻ 0 and 100. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഈസ് 0 അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, വോള്യൂം ഓഫ് എയർ 0 ആണെങ്കിൽ നമ്മൾ പറയും അത് വാട്ടർ കൊണ്ട് ഫില്ലായാൽ മാത്രമേ വോള്യൂം ഓഫ് എയർ 0 ആകത്തുള്ളൂ. അപ്പോൾ അതിന് പറയുന്ന കേസാണ് ഫുള്ളി സാച്ചുറേറ്റഡ്. അതേപോലെ ഇഫ് ഇറ്റ് ഈസ് 100 എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് വോയിഡ് ഈക്വൽ ടു വോള്യൂം ഓഫ് എയർ. അപ്പോൾ അത് 100 ആവും. അപ്പോൾ അതിൻ്റെ സ്റ്റേജാണ് ഡ്രൈ സോയിൽ. അപ്പോൾ രണ്ട് സ്റ്റേജ് നമുക്ക് കിട്ടി. ഫുള്ളി സാച്ചുറേറ്റഡ് 0 ആകാനും ഡ്രൈ സ്റ്റേജിൽ 100 ആയാൽ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ച് ലൈസ് ബിറ്റ്വീൻ 0 to 100. അത് നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് വെച്ച് നമുക്ക് മനസ്സിലായി അതിൻ്റെ റേഞ്ച് എങ്ങനെയൊക്കെയാണ് ലൈ ചെയ്യുന്നതെന്ന്. ഓക്കെ, പിന്നെ വോള്യൂം ഓഫ് എയർ cannot be volume of air cannot be more than വോള്യൂം ഓഫ് വോയിഡ്. വോള്യൂം ഓഫ് എയർ എന്ന് പറയുന്ന പാരാമീറ്റർ ഒരിക്കലും മോർ ദാൻ വോയിഡ്സ് ആകത്തില്ല. ഓക്കെ, വോള്യൂം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്യൂം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ either ഇറ്റ് ഈസ് വോള്യൂം ഓഫ് എയർ അല്ലെങ്കിൽ വോള്യൂം ഓഫ് വാട്ടർ അല്ലെങ്കിൽ രണ്ടിൻ്റെയും സം. മോയിസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും സം ആണ് വോള്യൂം ഓഫ് വോയിഡ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വോള്യൂം ഓഫ് വോയിഡ് ഈക്വൽ ടു വോള്യൂം ഓഫ് വാട്ടർ പ്ലസ് വോള്യൂം ഓഫ് എയർ. സോ നമുക്കിത് മനസ്സിലായി. ഡിഗ്രി ഓഫ് സാച്ചുറേഷനും എയർ കണ്ടൻറ്റിൻ്റെയും നമ്മൾ രണ്ടുകൂടെ സം ചെയ്യുമ്പോൾ ഈക്വലൻ്റ് ടു 1 വരും. ബിക്കോസ് അത് വാട്ടർ കണ്ടൻറ്റിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എയറിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വോള്യൂം ഓഫ് വോയിഡ് എന്ന് പറഞ്ഞാൽ എയർ പ്ലസ് വാട്ടർ ആണ്. സോ രണ്ടിൻ്റെയും സം എന്ന് പറഞ്ഞാൽ ഈക്വലൻ്റ് ടു 1 ആണ്. ഓക്കെ, സോ ഇതായിരുന്നു ഇതിൻ്റെ എയർ കണ്ടൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എയർ വോയിഡ്. പെർസെൻറ്റേജ് എയർ വോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വോള്യൂം ഓഫ് എയർ ടു വോള്യൂം ഓഫ് സോയിൽ. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് വോള്യൂം ഓഫ് എയർ ടു വോള്യൂം ഓഫ് സോയിലാണ്. വോള്യൂം ഓഫ് സോയിലാണ് താഴത്തെ ഡിനോമിനേറ്റർ. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, വോള്യൂം ഓഫ് എയർ എന്ന് പറഞ്ഞാൽ എയർ ക്യാൻ ബി 0. വോള്യൂം ഓഫ് എയർ എന്ന് പറഞ്ഞാൽ ഇത് 0 ആവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ 0 ആയാൽ നമ്മൾ സോയിലിനെ പറയുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, അതേപോലെ വോള്യൂം ഓഫ് എയർ കനോട്ട് ബി ഈക്വൽ ടു 100. വോള്യൂം ഓഫ് എയർ ഒരിക്കലും ഈക്വലൻ്റ് ടു 100 ആകത്തില്ല. ബിക്കോസ് ഇത് വോള്യൂം ഓഫ് സോയിലാണ്. നേരത്തെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റാണ്. വോള്യൂം ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് എയർ പ്ലസ്
വോള്യൂം ഓഫ് വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ വോള്യൂം ഓഫ് സോളിഡ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഇത് രണ്ടും 100 ആവാനുള്ള ചാൻസസ് ഇല്ല. സോ നമുക്ക് മനസ്സിലായി റേഞ്ച് വിൽ ബി ബിറ്റ്വീൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ 100. 100-നേക്കാളും കുറവായിരിക്കും, ബട്ട് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈക്വൽ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയാൽ എന്താണ് ആകുന്നത്? വോള്യൂം ഓഫ് എയർ ക്യാൻ ബി 0 ആയാൽ അത് ഫുള്ളി സാച്ചുറേറ്റഡ് സ്റ്റേജിലാകും. സോ അതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ is between equal to or greater than 0 but less than 100. Okay. Next important parameter എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയ്റ്റ് ഓർ ഡെൻസിറ്റി ഓഫ് സോയിൽ ആണ്. ഓക്കെ, ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ വെയ്റ്റ് ഓർ മാസ് ഓഫ് ദ സോയിൽ ഇൻ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഏതൊക്കെയാണ്? ഡ്രൈ, ഡാംപ്, മോയിസ്റ്റ്, സാച്ചുറേറ്റഡ് എക്സെട്ര ടു ദ വോള്യൂം ഓഫ് സോയിൽ. സോ ഇത് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ വെയ്റ്റ് ഓഫ് ദ സോയിൽ ബൈ വോള്യൂം ഓഫ് ദ സോയിൽ. അതേപോലെ ബൾക്ക് ഡെൻസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ മാസ് ഓഫ് ദ സോയിൽ ഇൻ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ബൈ വോള്യൂം ഓഫ് ദ സോയിൽ മാസ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് ഡെഫിനിഷൻ. ഓക്കെ, സോ ഇതിൻ്റെ അടുത്ത ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയ്റ്റ്. ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഓർ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെയ്റ്റ് ബൈ മാസ് ഓഫ് ദ സോയിൽ. വെയ്റ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് ദ സോയിൽ ഇൻ ഡ്രൈ സ്റ്റേറ്റ് ടു വോള്യൂം ഓഫ് സോയിൽ. ഓക്കെ, സോ നമ്മൾ ബൾക്ക് യൂണിറ്റ് വെയ്റ്റിൽ നമുക്ക് മനസ്സിലായി വെയ്റ്റ് ഓഫ് സോയിൽ. ഓക്കെ, ഇൻ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ഇത് ഡ്രൈ ആവാം, സാച്ചുറേറ്റഡ് ആവാം, സബ്മർജ്ഡ് ആവാം, എന്ത് കേസ് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ഡ്രൈ കേസിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിൽ ഈ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡ്രൈ സോയിൽ ആയിരിക്കും. ഓക്കെ, ഡ്രൈ സ്റ്റേറ്റ് ആയിരിക്കും. ഡ്രൈ സോയിൽ സ്റ്റേറ്റ് ബൈ വോള്യൂം കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ പറയുന്നത് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രൈ ഡെൻസിറ്റി ആയിരിക്കും മാസിൻ്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ. ഓക്കെ, മാസ് നമുക്കറിയാം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യൂം. ഓക്കെ, സോ അതാണ് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഓർ ഡ്രൈ ഡെൻസിറ്റി. അതേപോലെ ഇൻ സം കേസ് അത് സാച്ചുറേറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സോയിലിൻ്റെ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ സറൗണ്ടിങ് വാട്ടറാണ്, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണെങ്കിൽ വാട്ടറിൻ്റെ ഈ ഒരു വെയ്റ്റ് ഓഫ് സാച്ചുറേറ്റഡ് സോയിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ബൈ വോള്യൂം ഓഫ് സോയിൽ. ഓക്കെ, സോ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഡെഫിനിഷനാണ്. ഈ ഒരു ഡിഫറെൻറ്റ് കണ്ടീഷനാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഏത് ഡ്രൈ ആണെങ്കിൽ ഇവിടെ വെയ്റ്റ് ഓഫ് ഡ്രൈ സോയിൽ ബൈ വോള്യൂം ആയിരിക്കും. അതേപോലെ സാച്ചുറേറ്റഡ് ആണെങ്കിൽ വെയ്റ്റ് ഓഫ് സാച്ചുറേറ്റഡ് സോയിൽ ബൈ വോള്യൂം ആയിരിക്കും. അതേപോലെ സബ്മർജ്ഡ് ആണെങ്കിൽ വെയ്റ്റ് ഓഫ് സബ്മർജ്ഡ് സോയിൽ ബൈ വോള്യൂം ആയിരിക്കും. ഓക്കെ, സോ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെയ്റ്റ് ഓർ മാസ് ഓഫ് ദ സോയിൽ ഇൻ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് ബൈ വോള്യൂം ഓഫ് ദ സോയിൽ. ഓക്കെ, അപ്പോൾ ഇഫ് സോയിൽ ഈസ് സോയിൽ ഡ്രൈ ആണെങ്കിൽ നമുക്കറിയാം സാച്ചുറേഷൻ ഈക്വൽ ടു 0, അതായത് കുറച്ച് വാട്ടർ കണ്ടൻറ്റ് പോലും കാണത്തില്ല. അപ്പോൾ സാച്ചുറേഷൻ്റെ വാല്യൂ 0 ആകും. അപ്പോൾ സോയിൽ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആണ്. അതേപോലെ സാച്ചുറേഷൻ ഈക്വലൻ ടു 1 ആണെങ്കിൽ സോയിൽ ഈസ് സാച്ചുറേറ്റഡ്. സോ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സോയിലിൻ്റെ പാർട്ടിക്കൽ വാട്ടറിൻ്റെ സറൗണ്ടിങ് ആയിട്ട് ഇരിക്കുകയാണ്. സോ സോയിലിൻ്റെ പാർട്ടിക്കലിനെ സറൗണ്ടഡ് ആയിട്ട് വാട്ടർ ഇരിക്കും. സോ അതിനെ നമ്മൾ സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയും. അപ്പോൾ S ഈക്വൽ ടു 1 ആണ്. ഇത് സോയിലിൻ്റെ സറൗണ്ടിങ് ഫുൾ എയർ ആണെങ്കിൽ നമ്മൾ അതിനെ ഡ്രൈ സോയിൽ എന്ന് പറയും. അപ്പോൾ S എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. 0 to 1. അപ്പോൾ 0 ആണെങ്കിൽ ഡ്രൈ സോയിൽ, 1 ആണെങ്കിൽ സാച്ചുറേറ്റഡ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ഡെഫിനിഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ സബ്മർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് ആണ്. ഓക്കെ, സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വോട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.